ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഹരിപ്രിയ കാർത്തിക്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. ഞങ്ങളിവിടെ ഇങ്ങനെ ഹാപ്പി ആയിട്ട് പോകുന്നു. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. ഇന്ന് നമുക്ക് കുറച്ച് അപ്പോയിൻമെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. 8:30ക്കാണ് അപ്പോയിൻമെൻറ്റ്. അപ്പോൾ രാവിലെ തന്നെ നമ്മൾ ഇറങ്ങിയേക്കുവാണ്. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നങ്ങനെ നമ്മൾ ജസ്റ്റ് നമ്മുടെ ഡേ ഇൻ മൈ ലൈഫാണ് നമ്മൾ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. നിങ്ങൾ കുറേ നാളായല്ലോ വീട്ടിലത്തെ ഡേ ഇൻ മൈ ലൈഫ് കണ്ട് ബോറടിച്ചിട്ടുണ്ട് അവർക്ക്. എന്തായാലും പുറത്തേക്ക് ഇറങ്ങണം, കുറച്ച് അപ്പോയിൻമെൻറ്റ് ഓഫീസിലൊക്കെ ഒന്ന് പോകണം, വിസ ഓഫീസിൽ പോകണം. നമുക്കങ്ങനെ കുറച്ച് പ്ലേറ്റും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട്. പ്ലേറ്റ് ഒരെണ്ണം പൊട്ടിച്ചു ഗൈസ്, കാത്തി പൊട്ടിച്ചു. യെസ്, അപ്പോൾ നമുക്കൊരു പ്ലേറ്റ് നോക്കണം. ഇപ്പോൾ ഒരു പ്ലേറ്റേ ഉള്ളൂ. അപ്പോൾ പിന്നെ നമുക്ക് ഓഫീസിൽ ഇങ്ങനെ ഡിലേ ഉണ്ട്. ഇവിടുന്ന് വിസ ഓഫീസിൽ പോയിട്ട് പിന്നെ അടുത്ത അപ്പോയിൻമെൻ്റ് ഉണ്ട്. അപ്പോൾ അതുവരെ നമുക്ക് മാളിൽ ചുമ്മാ കറങ്ങി നടക്കാമെന്നാണ് ഞങ്ങളുടെ പ്ലാൻ. അപ്പോൾ നമ്മൾ ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ് കേട്ടോ, നമ്മുടെ മെയിൻ സ്പോട്ടിൽ. അത് എപ്പോൾ എല്ലാ വീഡിയോയിലും ഞാൻ ഈ ഒരു സ്പോട്ട് കാണിക്കാൻ കണ്ടോ. ബസ് സ്റ്റോപ്പാണ്, ബസ് സ്റ്റോപ്പ് H. അതെ, ആ ബസ്സും പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നടക്കേണ്ടി വരും. നമ്മുടെ സമയം 7:50 ആയിട്ടുള്ളൂ. ഇപ്പം ഒന്ന് കുറച്ച് സണ്ണി ക്ലൈമറ്റാണ്. ടെമ്പറേച്ചർ ഏകദേശം ഒരു 18 വരെ പോകുന്നതാണ് ഫോണിൽ കാണിക്കുന്നത്. അപ്പോൾ നല്ല ക്ലൈമറ്റാണെന്ന് തോന്നുന്നു. നമുക്ക് നോക്കാം. എന്തായാലും നമ്മുടെ ബസ് വരുന്നുണ്ട്. വരുന്നുണ്ട് കേട്ടോ. എനിക്കറിയാം, നമ്മൾ കാണുമ്പോൾ ഹലോ എന്നല്ലേ പറയണത്. നമ്മളങ്ങനെ ബസ് ഇറങ്ങിയിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമുക്ക് ട്രെയിൻ പിടിക്കണം. 8 മിനിറ്റിൽ അടുത്ത ട്രെയിൻ വരും. സോ നമുക്ക് ഫാസ്റ്റായിട്ട് നടക്കാം. ജാക്കറ്റിന് അത്രയും തണുപ്പൊന്നുമില്ല, പക്ഷേ കുറച്ച് നേരം കഴിയുമ്പോൾ ചിലപ്പോൾ പറയാൻ പറ്റില്ല ഗൈസ്. ഇവിടുത്തെ വെതർ പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. പെട്ടെന്നായിരിക്കും തണുപ്പ് വരുന്നത്, കാറ്റൊക്കെ അടിച്ചിട്ട്. അപ്പോൾ നമ്മൾ റിസ്ക് എടുക്കണില്ല, അതുകൊണ്ട് ജാക്കറ്റ് ഇട്ട് പോണെയാണ്. ഓക്കെ, എന്താ പോയിട്ട് ട്രെയിൻ കയറിയിട്ട് കാണാം. ഗൈസ്, ഇവിടെ നമ്മുടെ പൂക്കളൊക്കെ വന്ന് തുടങ്ങി. ഇത് തുലിപ്സാണ് കേട്ടോ, മഞ്ഞ തുലിപ്സ്. പൂക്കളൊക്കെ വന്ന് തുടങ്ങി. അപ്പുറത്തെ സൈഡിലുണ്ട്. നമ്മളപ്പോൾ ട്രെയിനൊക്കെ ഇറങ്ങി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക അല്ലേ. ഭയങ്കര പ്രകൃതി രമണീയമായൊരു സ്ഥലമാണ് ഗൈസ്. അങ്ങനെ കഴിച്ച് നമ്മൾ നടന്ന് വിസ ഓഫീസിലെത്തിയിട്ട് അവിടെ കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നോളൂ. അപ്പോഴത്തേക്കും കാർഡ് എടുത്ത് തന്നു. അങ്ങനെ കാർഡിലുള്ള ഫോട്ടോ നമ്മൾ ഇവിടെ നിന്ന് പാസ്പോർട്ട് സൈസ് ഫോട്ടോ എടുത്തതാണ് കേട്ടോ. ഇവിടെ എക്സ്ട്രാ ആയിട്ട് ഫിൽറ്റർ ഒന്നും ആഡ് ചെയ്യില്ല. നമ്മൾ നോർമൽ പിക്ക് പോലെയാണ് കേട്ടോ എടുത്തു തരുന്നത്. നോർമൽ എങ്ങനെയാണോ അങ്ങനെ. അപ്പോൾ ഞങ്ങൾ പറയുമായിരുന്നു, ഒന്ന് ചിരിക്കായിരുന്നു എന്നൊക്കെ പറയുമായിരുന്നു. വിസ ഓഫീസിൽ പോയിട്ട് ഇനിയിപ്പോൾ നേരെ പോകാൻ വേണ്ടി പോകുന്ന അടുത്ത അപ്പോയിൻമെൻ്റ് ഉള്ള ഒരു സ്ഥലത്തേക്കാണ്. അത് വരുന്നത് അത് മതി. അത് വരുന്നത് ഇവിടുന്ന് ബസ് ഉണ്ടോ, അവിടെ നിന്നാണോ? ബസ് ഉണ്ടോയെന്ന് നോക്കാം. വിൽഡോ നമ്മുടെ ഏട്ടൺ സെൻറ്റർ മാളിലുണ്ടല്ലോ, അവിടെയാണ് നമ്മുടെ ഓഫീസ് വരുന്നത്. അപ്പോൾ നമുക്ക് അവിടേക്ക് പോകണം. അപ്പോൾ ഇവിടുന്ന് ബസ് ഉണ്ടോയെന്ന് നോക്കാം. ബസ് ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് കയറിപ്പോകാം. അപ്പോൾ ഗൈസ്, ബസ് വന്നില്ല എത്ര നേരമായിട്ട്. കുറച്ച് നേരമായി ഞങ്ങൾ വെയിറ്റ് ചെയ്യുന്നു. ആ വഴിയിൽ നിന്നാണ് വരുന്നത്, പക്ഷേ ഇതുവരെ വന്നില്ല. ഇവിടെ ഇപ്പോൾ ചെറി ബ്ലോസമൊക്കെ ഉണ്ടായി തുടങ്ങിയിട്ടോ. ഗൈസ് കണ്ടോ, ഇവിടെ ചെറി ബ്ലോസം. അതൊരു വൈറ്റ് കളർ ചെറി ബ്ലോസം ആണ്. പിന്നെ പിങ്ക് ഉണ്ട്, ഇവിടെ വൈറ്റ് കളർ ചെറി ബ്ലോസം. ഇപ്പോൾ ചെറി ബ്ലോസത്തിൻ്റെ ടൈമാണല്ലോ. നല്ലൊരു ക്ലൈമറ്റാണ് കേട്ടോ. ഇപ്പോൾ അടിപൊളി. നമുക്ക് നമുക്കിപ്പോൾ ഇങ്ങനെ വിറ്റാമിൻ D ഒക്കെ കിട്ടും. നല്ല രീതിയിൽ വിശക്കുന്നുണ്ട് കേട്ടോ. വേറെ എന്ത് ചെയ്യാനാ, കാപ്പി കുടിക്കാം. അപ്പം അങ്ങനെ നമ്മൾ പോയിട്ട് ആദ്യം തന്നെ നമുക്ക് ഫുഡ് കഴിക്കാം. അത് കഴിഞ്ഞിട്ട് 12 മണിക്ക് അപ്പോയിൻമെൻറ്റ്. ഇപ്പോൾ സമയം ഏകദേശം ഒരു 9 മണിയാവാം. 9 മണി കറക്റ്റ് 2 മിനിറ്റിൽ 9 മണിയാവും.
അപ്പോൾ അവിടെ ചെന്നിട്ട് പിന്നെ ഫുഡ് കഴിക്കുക. സമയമുണ്ടല്ലോ, കുറേ നേരം ചെയ്യാനോ. അപ്പോൾ അവിടെ തേരാപ്പാര നടക്കാം ഗൈസ്. ഇവിടെ നമുക്കിത് ഏട്ടൻ സെൻറ്ററിൻ്റെ അവിടെ മറ്റേ ബോളും കൊണ്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് പറ്റുകയാണെങ്കിൽ പോവാം. എനിക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും നമുക്ക് കാർത്തിയും കൊണ്ട് ചെയ്യിപ്പിക്കാം. ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. നമ്മളിപ്പോൾ പോകുന്നത് ബർഗർ കിങ്ങിലേക്കാണ് കേട്ടോ. ബർഗർ കിങ്ങിൽ പോയി നമുക്ക് എന്തെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടോ എന്ന് നോക്കാം. ആദ്യം തന്നെ അത് ഓപ്പൺ ആണോ എന്ന് നോക്കാം. ചിലപ്പോൾ ക്ലോസ്ഡ് ആയിരിക്കും. ചിലപ്പോൾ മറ്റേ മെഗ്ഡിയെ പോലെ 24 hours ഉണ്ടാവുമായിരിക്കും. ഈ ഇവിടെയാണോ ഓപ്പൺ? ബ്രേക്ക്ഫാസ്റ്റ് എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം. നമ്മളെങ്ങനെ ഫുഡ് ഓർഡർ ചെയ്ത് ഫുഡ് വെയിറ്റിംഗ് ആണ്. ൂരിട്ടോടാ പഞ്ചസാര വേണ്ടെന്ന് പറയുന്നുണ്ട്. ആഡ് ചെയ്യൂന്നേ പോയി പറയുന്നു. വേണ്ട തരില്ലേ. ഇത് കോഫിയാണേ, അത് കോള, ഇത് ഐസ്. പിന്നെ ബർഗർ, അങ്ങനെ കുറച്ച് സാധനങ്ങൾ. ബ്രേക്ക്ഫാസ്റ്റ് തൽക്കാലം. ഇതൊരു പുതിയൊരു റാപ്പാണ്, കഴിച്ചു നോക്ക്. ബാർബിക്യൂ സോസാണോ? അല്ല, സ്മോക്കി ടേസ്റ്റ്. അങ്ങനെ ഫുഡൊക്കെ ഇഷ്ടപ്പെട്ടു. ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മൾ കോഫി കുടിച്ചപ്പോൾ കോഫി എൻ്റെ മേത്തേക്ക് വീണു ഗായ്സ്. ഞാൻ എവിടെ എന്തെങ്കിലും അവതരിപ്പിച്ചാലും ഇതാണ് എൻ്റെ അവസ്ഥ. അത് ഇനി മാറ്റണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പിന്നെ വാഷ്റൂമിൽ പോയിട്ട് ആ ഒരു ബനിയൻ തിരിച്ചിട്ടു ഗൈസ്. തിരിച്ചിട്ടപ്പോൾ ആർക്കൊന്നും മനസ്സിലാവില്ല, കാരണം നമ്മൾ ജാക്കറ്റ് ഇടുന്നത് കൊണ്ട് ആർക്കൊന്നും മനസ്സിലാവില്ല. പിന്നെ ഞാൻ അങ്ങനെയാണ് പുറത്തേക്ക് ഇറങ്ങിയത്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് നേരെ നമ്മൾ വിചാരിച്ചു നമ്മുടെ ഏട്ടൻ സെൻറ്റർ മാളിലേക്ക് പോകാമെന്ന്. പിന്നെ ആ ഒരു ഏട്ടൻ സെൻറ്ററിലുള്ള ബോൾ വെച്ചിട്ടുള്ള ഒരു ഗെയിംസും കാര്യങ്ങളും നമ്മൾ പോയില്ല. അത് നേരത്തെ ബുക്ക് ചെയ്യണമായിരുന്നു. അപ്പോൾ ആ പ്ലാൻ നമ്മൾ അവിടെ ഡ്രോപ്പ് ചെയ്തിട്ട് നമ്മൾ ദേ മാളിലേക്ക് നടക്കുവാണ് കേട്ടോ. മാള് ആൾക്കാരൊക്കെ കുറവായിരുന്നു, കാരണം നമ്മൾ രാവിലെ തന്നെ പോയതുകൊണ്ട് ഭയങ്കര തിരക്കൊക്കെ ഭയങ്കര കുറവായിരുന്നു. ഇനി ആ ഒരു 2 മണിക്കൂർ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. എനിക്ക് ചെയ്യാൻ പാടില്ല, എനിക്ക് ചെയ്യാൻ പാടില്ലായിരിക്കും. ഇത് മസാജിങ് ചെയറാണ് കേട്ടോ ഗൈസ്. ക്യാപ്പ് ഒക്കെ ഉണ്ടോ? എനിക്ക് ലിപ് ലൈനർ വേണം, ലിപ്സ്റ്റിക്ക് വേണം. മേബിലിൻ്റെ ലിപ്സ്റ്റിക്ക് ഉണ്ട്, മേഡീസി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷെയ്ഡ്. അത് അടിപൊളിയാണ്, നോക്കണ്ടേ. പിന്നെ എനിക്ക് വേണ്ടത് ഹൈലൈറ്റ്സിൽ വേണം. ഹൈലൈറ്റ്സ് വേണ്ട. അപ്പോൾ ഇനിയുള്ള 2 മണിക്കൂർ എന്തൊക്കെ ചെയ്യുമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ മീഡിയ മാർക്കറ്റ് കണ്ടു. അപ്പോൾ കാർത്തിയുടെ ഫോണിൽ ചാർജർ ഇടയ്ക്കിടയ്ക്ക് വർക്കാവില്ല. സോ അതൊന്ന് ക്ലീൻ ചെയ്യാലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ മീഡിയ മാർക്കറ്റിൽ കയറിയിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് കുറച്ച് പ്രൊഡക്ട്സും കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. അവിടെ കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ നമുക്ക് കാണാനായിട്ട്, പല പല ഐറ്റംസൊക്കെ. ജസ്റ്റ് ഇതല്ലേ മറ്റേ സാധനം, കടല അതിൻ്റെ കൂടെയുള്ള എടാ, ഇതല്ലേ മറ്റേ സാധനം. ബുക്ക് എന്തുവാടാ? വേറെ നല്ല ചെയറല്ലേ. അങ്ങനെ 10 മിനിറ്റ് എങ്ങാണ്ട് എടുത്തു കേട്ടോ നമുക്ക് ആ ഒരു ഫോൺ തിരിച്ച് ക്ലീനാക്കി കിട്ടാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞിട്ട് നമ്മളൊരു ബബിൾ ടീ വാങ്ങിക്കാൻ വേണ്ടി പോവാണ്. എനിക്ക് ബബിൾ ടീ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ നമ്മളൊരു ചെറിയ ഒരു പാഷൻ ഫ്രൂട്ട് ഫ്ലേവറിലുള്ള ബബിൾ ടീ വാങ്ങിച്ചിട്ട് നമ്മുടെ അവിടെ ടേബിളിലിരുന്ന് കുടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോഴത്തേക്കും കാർത്തി ജസ്റ്റ് വാഷ്റൂമിലൊക്കെ ഒന്ന് പോയിട്ട് വരാമെന്ന് പറഞ്ഞ് ഞാൻ അവിടെ ഇരുന്ന് എൻജോയ് ചെയ്ത് കുടിക്കുകയാണ് ഗായ്സ്. അപ്പോൾ ഇവിടെ നമുക്ക് വാഷ്റൂമൊക്കെ യൂസ് ചെയ്താലും 50 സെൻറ്റ് 1 സെൻറ്റ് ഒക്കെ, അല്ല 1 സെൻറ്റ് അല്ല, 1 യൂറോ ഒക്കെ കൊടുക്കേണ്ടി വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കോയിൻസ് നോക്കുകയാണ് കേട്ടോ ബാഗിൽ. അപ്പോൾ അങ്ങനെ അതൊക്കെ നോക്കി ഇയാൾ തിരിച്ചു വന്നു. പിന്നെ ഞാനത് കുടിച്ച് തീർന്ന വരെ നമ്മൾ അവിടെ ഇരുന്നു, കാരണം നമുക്ക് ഇഷ്ടംപോലെ സമയമുണ്ടല്ലോ. ഞാൻ ഇത് കുടിച്ചു നോക്കണ്ട കുറച്ച്.
ഒരു മധുരം, കുറച്ച് മധുരം. ചിയേഴ്സ്. അങ്ങനെ ന്യൂയോർക്കറിലും ജസ്റ്റ് ഒന്ന് കയറി, പിന്നെ കൗഫ്ലാൻഡിൽ കയറിയിട്ട് നമുക്ക് വേണ്ട പാത്രം കാര്യങ്ങളൊക്കെ നമ്മൾ വാങ്ങിച്ചു. ഫുള്ളായിട്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ. പിന്നെ പയ്യെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. ഏകദേശം ഒരു 1 മണി 1:30 ആയി ഇറങ്ങാൻ നേരത്ത്. പിന്നെ നേരെ തിരിച്ച് വീട്ടിലേക്ക്. നമ്മളിന്ന് അവിടെ നിന്ന് പോന്നപ്പോൾ ഒരു കേക്ക് പീസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, കാണിച്ചു തരാം. അപ്പം ഞാൻ ഓൾറെഡി കഴിച്ച് നോക്കിയിട്ടുള്ള ഒരു ഫ്ലേവർ കേക്ക് പീസ് വാങ്ങിച്ചു, അത് കഴിച്ചു. പിന്നെ നമ്മൾ വാങ്ങിച്ചത് ഈ ഒരു ലിപ്സ്റ്റിക്കും മസ്കാരയൊക്കെയാണ്, അതൊക്കെ വാങ്ങിച്ചെടുത്ത് വെച്ചു. പിന്നെ പ്ലേറ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ വാങ്ങിക്കണം, നമ്മൾ പ്ലാൻ ചെയ്ത് പോയതാണ്. പിന്നെ ഒരു പാൻ ഓഫറിൽ കണ്ടപ്പോൾ ചെറിയൊരു പാനാണ്, നമുക്ക് അത്യാവശ്യം ചെറിയ ചെറിയ കറികളൊക്കെ ഉണ്ടാക്കുമ്പോൾ യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ ഫ്രൂട്ട്സ്, അങ്ങനെ കുറച്ച് വെജിറ്റബിൾസ് കാര്യങ്ങളാണ് നമ്മൾ വാങ്ങിച്ചത്. ഇപ്പോൾ നമ്മൾ വാങ്ങിച്ച സാധനങ്ങളും ചോറൊക്കെ നമ്മൾ ഇട്ടു. നമ്മൾ ഫുഡ് കഴിച്ചിട്ടുണ്ടല്ലോ ഉച്ചയ്ക്ക്. ചെറിയൊരു പാൻ, പിന്നെ പ്ലേറ്റ്, കാരണം ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ പ്ലേറ്റ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ കുറച്ച് പ്ലേറ്റ്, 5 യൂറോയ്ക്ക് പ്ലേറ്റ് കിട്ടി, 6 കിട്ടി കേട്ടോ. നല്ല പ്ലേറ്റ്, നല്ലൊരു ബ്ലൂ കളർ. അപ്പോൾ ഇഷ്ടപ്പെട്ടപ്പോൾ വാങ്ങിച്ചു. ഇന്നങ്ങനെ കൗഫ്ലാൻഡിൽ നിന്ന് പാഷൻ ഫ്രൂട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ അടുത്തുള്ള സൂപ്പർ മാർക്കറ്റിലൊന്നും പാഷൻ ഫ്രൂട്ട് ഞാൻ കണ്ടിട്ടില്ല. ഇത് കണ്ടപ്പോൾ കഴിക്കണം നല്ലതാണല്ലോ എന്ന് വിചാരിച്ച് നമ്മൾ 3 വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് പഞ്ചസാര കുറച്ചിട്ടിട്ട് അങ്ങനെയാണ് കേട്ടോ കഴിച്ചിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ നമുക്ക് കഴിക്കാം. ചോറ് വെച്ചത് വിസിലടിച്ചതാണ്. അത് നമുക്ക് മധുരം ഉണ്ടെന്ന് നോക്കാം കേട്ടോ. പഞ്ചസാര ഇടുന്നേക്കാളും മുന്നേ മധുരമുണ്ട്, പക്ഷെ അതിൻ്റെ കൂടെ പുളിയുണ്ട്. അങ്ങനെ അന്ന് ഫുഡൊക്കെ കഴിച്ച് നെക്സ്റ്റ് ഡേ ആണ് കേട്ടോ ഇത്. ഇന്ന് രാവിലെ തന്നെ ഒരു കോഫി കുടിക്കാമെന്ന് വിചാരിച്ചു. ഈ കോഫിയുടെ മുകളിൽ ഞാൻ സാനി ആണ് കേട്ടോ ഇട്ടേക്കുന്നത്. ഒരു ക്രീം, ഭയങ്കര ഒരു ടേസ്റ്റാണ് കോഫിയുടെ ടോപ്പിൽ ഇങ്ങനെ വരുമ്പോൾ. അപ്പം അങ്ങനെ അതൊക്കെ കുടിച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ ദിവസം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഹലോ ഗൈസ്, രാവിലത്തെ ഫുഡൊക്കെ കഴിച്ചിട്ട്, അതായത് കോഫി കുടിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവല്ലോ, അത് കഴിഞ്ഞിട്ട് ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ഫോണൊക്കെ നോക്കി ഇങ്ങനെ ഇരിക്കുകയായിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് നേരം ഒരു ഉച്ചയൊക്കെ ആയപ്പോഴത്തേക്കും ഉറക്കം വന്നിട്ട് ഞാൻ കിടന്ന് ഉറങ്ങിയതാണ്. 4 മണി ആയപ്പോഴാണ് പിന്നെ എണീറ്റത്. അതുകൊണ്ട് നമ്മൾ ഉച്ചയ്ക്ക് ഫുഡൊന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ ഇനിയിപ്പോൾ ഉണ്ടാക്കിയിട്ട് വേണം വല്ലതും കഴിക്കാനായിട്ട്. ഇന്നിവിടെ നല്ല ടെമ്പറേച്ചറാണ് കേട്ടോ, 20 വരെ പോയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സമയത്ത് ഫസ്റ്റ് ടൈമാണ് 20 വരെ ടെമ്പറേച്ചർ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലൊരു ബ്രൈറ്റ് ഡേ ആണിന്ന്. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്, ലഞ്ചിന് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് കണ്ടോ, കായയാണ് കേട്ടോ. ഇത് നമ്മുടെ കായ, പച്ചക്കായയാണ്. പച്ചക്കായ വെച്ചിട്ട് മെഴുക്കുവരട്ടി ഉണ്ടാക്കാനാണ് പ്ലാൻ. അതും ചോറും തൈരും കൂട്ടി കഴിക്കാം. എനിക്ക് പിന്നെ ഇനിയിപ്പോൾ കുറേ ഐറ്റംസ് ഒന്നും ഉണ്ടാക്കാനൊന്നും സമയമില്ല. അപ്പോൾ അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കഴിക്കാമെന്നാണ് ഞാൻ പ്ലാൻ ചെയ്തേക്കുന്നത്. നമുക്ക് സമയം കളയാണ്ട് ഇത് വെട്ടി അരിഞ്ഞ് ആ ഒരു മെഴുക്കുവരട്ടിയുടെ രൂപത്തിലാക്കാം. ഞാൻ ഈ ഒരു സംഭവം ആദ്യമായിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഒറ്റയ്ക്ക് ഉണ്ടാക്കുന്നത്. കാരണം ഇവിടെ അങ്ങനെ കിട്ടില്ലല്ലോ. അപ്പോൾ ഇന്ത്യൻ സ്റ്റോറിൽ കഴിഞ്ഞ ദിവസം കാത്തി പോയപ്പോൾ ഇത് ഇരിക്കണം കണ്ടു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ നമുക്ക് കായ മെഴുക്കുവരട്ടി ഉണ്ടാക്കി കഴിക്കാമല്ലോ എന്ന്. 2 വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ 1 മതിയാവുമെന്ന് തോന്നുന്നു. കാരണം 1 കട്ട് ചെയ്തപ്പോൾ തന്നെ അത്യാവശ്യം ഉണ്ട്. 1 വേണമെങ്കിൽ നമുക്ക് മോരേറിയൊക്കെ വയ്ക്കുമ്പോൾ കായ ഇടുമല്ലോ. അപ്പം അങ്ങനെ ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നു. ആദ്യം ഇത് കുഞ്ഞു കുഞ്ഞു പീസസ് ആയിട്ട് കട്ട് ചെയ്ത് വയ്ക്കാം. ഇത് ബേസിലേക്ക് താഴെ അങ്ങനെ അത് ഉണ്ടാക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് അനിയൻ വിളിച്ചത്. അനിയനോട് കുറച്ച് നേരമൊക്കെ സംസാരിച്ചിട്ടാണ് ബാക്കി കുക്കിംഗ് പോയത് കേട്ടോ. അങ്ങനെ എല്ലാം മിക്സ് ചെയ്ത് നമ്മളിത് കായൊക്കെ ഇട്ടു. സവാളയും മുളകും മഞ്ഞൾപ്പൊടിയും കൊല്ലമുളക് ലൈക്ക് ചില്ലി ഫ്ലേക്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഉപ്പൊക്കെ ചേർത്ത് നമ്മുടെ കായ മെഴുക്കുവരട്ടി പെട്ടെന്ന് റെഡിയായി. പിന്നെ ഞാൻ വിചാരിച്ചു ചോറിടാമെന്ന്. ഇപ്പം തന്നെ സമയം ഏകദേശം ഒരു 6 മണി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. മെഴുക്കുവരട്ടി ഇവിടെ ആയിട്ടുണ്ട്. ചോറും കൂടി ആയിക്കഴിഞ്ഞാൽ നമുക്ക് കഴിക്കും. വിശന്നിട്ട് പാടില്ല വയസ്സ്. ഇന്നങ്ങനെ നല്ലൊരു ബ്രൈറ്റ് ഡേ ആയിരുന്നു. നല്ലോണം റെസ്റ്റൊക്കെ എടുത്തൊരു ദിവസമായിരുന്നു കേട്ടോ. കുറച്ച് നേരം കിടന്നുറങ്ങി. പിന്നെ നമ്മൾ ലേറ്റായിട്ടാണ് ഫുഡ് കഴിച്ചത്. ഇന്ന് 20 ഡിഗ്രി വരെ ടെമ്പറേച്ചർ ആയതുകൊണ്ട് തന്നെ പുറത്തൊക്കെ ആൾക്കാർ പാട്ടൊക്കെ ഇട്ട് വൈബ് ചെയ്യേണ്ടായിരുന്നു. മാത്രമല്ല ഇന്ന് വീക്കെൻഡും കൂടി ആയിരുന്നു, ഫ്രൈഡേ ആയിരുന്നു. കാത്തി ജോലി കഴിഞ്ഞ് വന്നപ്പോൾ ഈ ഒരു ഫ്ലവേഴ്സും കൊണ്ടുവന്നപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷമായി, ഭയങ്കര സർപ്രൈസായി. അപ്പോൾ ഇതൊരു തുളിപ്പ് ഫ്ലവേഴ്സാണ്. അപ്പോൾ നമ്മൾ ഡൈനിങ് ടേബിൾ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ് നമ്മുടെ ഇന്നത്തെ ഒരു കുഞ്ഞു വിശേഷം എന്ന് പറയുന്നത്. എല്ലാവർക്കും ഈ ഒരു കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടിൽ ദെൻ ബൈ.